ഈ ജാതിക്ക തോട്ടത്തേക്കാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. ഇതാണ് ഈ സ്കൂളിലാണ് ഞാൻ +1 +2 പഠിച്ച സ്കൂൾ. ഞങ്ങളുടെ പണ്ടത്തെ ടോയ്ലറ്റ് അതായിരുന്നു. അതാണ് ഏറ്റവും ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. അത്രയും ദൂരം ടോയ്ലറ്റ്. അത് കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ ക്ലാസ് ബെല്ലടിക്കുമ്പോ എത്തോ? പിന്നെ കാര്യത്തില് ഞങ്ങളുടെ സ്കൂൾ +1 +2 അവിടെയായിരുന്നു. ആ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ അവിടെ ബോയ്സിന്റെ മാത്രം. വേറെ എന്തെങ്കിലും ചെയ്യാലോ അതെനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെ ആയിരുന്നു. പിന്നെ ഇത് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ എന്ന് വെച്ചാൽ പ്രൈവറ്റ് +1 +2. ഇത് UP സ്കൂള് ഹൈസ്കൂളാ എന്തായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഹൈസ്കൂളായിരുന്നു. ഇനി ഞാൻ എന്ത് വ്യത്യാസം പറയോ, ആകെ മാറി. ഇവിടെ എൻ്റെ ഒരു അറിവിൽ മറ്റേ ക്ലാസ്സില്ലേ അവൻ മറ്റേ പബ്സിന്ന് സാധനം കാണിക്കണില്ലേ, അതെൻ്റെ ക്ലാസ്സിലാണ് എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ജനൽ ഭയങ്കര വലുതാണ്. അങ്ങനത്തെ ജനലുള്ള സ്കൂളുകാരുണ്ടാവും എനിക്കറിയില്ല. പിന്നെ ഇടിക്കണ ഭാഗം കയ്യൊക്കെ കഴുകുന്നേ, അതായത് ഞങ്ങളുടെ കയ്യുന്ന സ്ഥലമാണ്. പണ്ടുള്ള ലൈനൊക്കെ ഉണ്ടായ അവൻ ജൈസാപ്പി ലൈൻ അടിക്കണ പോലെ നടന്നില്ല. എനിക്ക് ലാസ്റ്റത്തെ ഓർമ്മ വരുന്നറിയോ, എന്റെ സെന്റ് ഓഫ് ഞാൻ ബൈക്കൊന്നും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക, പിടിച്ചിട്ട് പ്രിൻസിപ്പാൾ അവിടെ നിന്ന് ആട്ടം തുപ്പും. സെന്റ് ഓഫ് ഞാൻ ബൈക്കായിട്ടുണ്ടാക്കാം. കരിഷ്മ, മഞ്ഞ കരിഷ്മ പിടിച്ച് അത് ചെയ്ത് പറഞ്ഞാൽ എനിക്കറിയൊന്നും ചെയ്യാൻ പോകണം. ഇവിടെയൊക്കെ NCC ഇതൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ NCC ഗ്രൗണ്ട്, അവിടെ അതൊന്നും ഈ ചെടികളൊന്നും കേട്ടോ. എത്ര വർഷം ഇവിടുന്ന് പാസ് ഔട്ട് ആയിട്ട്? 2012. അപ്പൊ ഇപ്പൊ 13 years ഒക്കെ ആയില്ലേ. ചെടികളൊന്നും ഉണ്ടായില്ല. ഒന്നും ചെടികൾ ഇതൊന്നും ഒരു മരമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ആ സാധനം ഉണ്ടായില്ല. ആഫ്റ്റർ 13 years. ഇതാണ് ലാബുകൾ. അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഇവിടെ ആ സിനിമയിലും ഇപ്പൊ മനസ്സിലായി തണ്ണീർമത്തത്തിന് നിങ്ങളോട് ഷൂട്ട് ചെയ്താന്ന് ആ ചേച്ചി പറഞ്ഞിട്ടൊക്കെ മനസ്സിലായില്ലേ. ഇവിടെ ആയിരുന്നു പണ്ട് പ്രിൻസിപ്പാൾ റൂം. ഇവിടെ ആയിരുന്നു. അല്ല, പ്രിൻസിപ്പാളല്ല, സ്റ്റാഫ് റൂം ഇവിടെ ആയിരുന്നു. ടൈലുണ്ടായില്ല. ക്ലാസ് അനുസരം ഇതൊരു സ്റ്റാഫ് റൂം തന്നെയായിരുന്നു. പ്രിൻസിപ്പൽ റൂം തന്നെയാണ് മനസ്സിലായി. സ്റ്റാഫ് റൂം ഇതുണ്ടായിരുന്നു. ടൈലറ്റ് ഇല്ല ടൈലുണ്ടായില്ല. ഈ ടൈലെന്തായാലും ഉണ്ടായില്ല. ഇവിടെ ഹ്യൂമാനിറ്റീസായല്ലേ. ഞങ്ങൾ ആർട്ട് ക്ലാസ്സാണ് എൻ്റെ ഓർമ്മ. ഇത് മൂടിത്ത് എവണിറ്റ് മറ്റേന് പബ്സൈക്കെന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ വ്യൂ ആണ്. ഇത്ര വലിയ ജനല നിങ്ങൾ സ്കൂളിൽ ഉണ്ടാവാറുണ്ടോ? ഇത് മറ്റേ UP സ്കൂളിൻ്റെ ഭാഗം. ഇവിടെ വീണ്ടും ഒരു സ്റ്റെയർ കേസ് വന്നോ? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് എക്സ്റ്റൻഷനാ. മനസ്സിലായേ? അതിപ്പാക്കി വരി ഞങ്ങളുടെ കുടുംബത്തിലുള്ളൂ. ബയോളജി B1 B2 B1 B2 B2 8 വരുന്നു. B2 വരുന്നു. ആ ക്ലാസ്സൊക്കെ ഉണ്ട്. ഈ ക്ലാസ്സാണ് മതി. ഞാൻ പഠിച്ച ക്ലാസ്സൊക്കെ ഉണ്ട്. പുതിയ കുട്ടിയാണ് പറഞ്ഞേ. കമ്പ്യൂട്ടർ സയൻസ് സീറ്റ്. നിങ്ങളുടെ ക്ലാസ്സൊക്കെ എങ്ങനെയാ? നല്ല വ്യത്യാസമായില്ലേ?
എന്തായിരുന്നു ക്ലാസ്? ആ ക്ലാസ് ഗുഡ് മോർണിംഗ്. ഫോട്ടോ കണ്ടിട്ടില്ല. ഞാനാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ. മലയാളം പറയുന്ന ഇംഗ്ലീഷ് ടീച്ചർ. നിങ്ങൾക്ക് ഒരു ഫോട്ടോ തമ്മിൽ റെഡി ആക്കട്ടെ. എനിക്ക് തിരിഞ്ഞേക്ക് ഡെറ്റായിരിക്കണൊക്കെ സബ്സ്ക്രൈബ് കിറ്റാച്ചു. ഇത് സ്പെല്ലിംഗ് തെറ്റിയാ? ഓ ഇങ്ങനെ എഴുതിയിട്ട് വീഡിയോ എടുക്കായിരുന്നു, ഫോട്ടോ എടുക്കാം. ഇച്ചിന്റെ സമയത്തില്ലേ? എന്റെ സമയത്തുണ്ട്. നീ ഞാനന്ന് 5 വയസ്സ് വ്യത്യാസമുണ്ട്. പിന്നെ നീ 2 വർഷം തോറ്റു. ഞാനേ 7th 6th പഠിക്കുമ്പോ പ്രൊജക്ടർ വന്നത്. മറ്റൊരു സാധനം പ്രൊജക്ടർ ഉദ്ദേശിച്ച എല്ലാ ക്ലാസ് റൂമിലുള്ള കാര്യം ഉദ്ദേശിച്ച അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ വന്ന് മറ്റേ ഗ്രീൻ ബോർഡ് മറ്റൊരു ബുക്കൊക്കെ ആയിട്ട് അങ്ങനെയാണോ തുടങ്ങിയത്? എനിക്കറിയില്ല. എനിക്കൊന്നും പ്രൊജക്ടറുണ്ടായിരുന്നു. പക്ഷെ ഗ്രീനറി അടിപൊളിയുണ്ട് കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രീനറി അല്ലേ? നല്ല ക്യാമറ ഒക്കെ ഉണ്ട്, CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ചാനൽ നോക്കിയാ പോലെ പൊട്ടി എന്ത് മണ്ടിയാ. ഒരാള് നോക്കിയാലോ എന്താണ് ലൈൻ അടിച്ചെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ പുറകെ നടന്നത്. ഞാൻ പോയി പ്രപ്പോസ് കേട്ടില്ല. അന്ന് കോമഡി ഉണ്ടാക്കുക, വേറെ കോമഡി. ഫിസിക്സിലാകും ഇപ്പം സാറല്ലേ ജിമ്മി സാറ് വെറുതെ ഫിസിക്സൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെന്നൊരു ലാഭം. ഈ ഇവിടെ കൊമേഴ്സ് ആയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല മോളെ. ഫിസിക്സ് അല്ല കെമിസ്ട്രിക്കല്ലേ ഇക്വേഷൻസ് ഫോർമുല ഞാനൊക്കെ എഴുതി പഠിച്ചാണ് ലാബ്. എനിക്കൊരു സോൾട്ട് തരും, 2 സോൾട്ട് തരും, അത് നമ്മൾ ഏതാണ് കണ്ടുപിടിക്കണം. അതായിരുന്നു കാലഘട്ടം. ഇതാണ് ജെന്നി സാറ് ഞാനുള്ളപ്പോൾ ഉണ്ട്. ആ അതെ ഈ ടീച്ചർ, ഇതാണ് ഹിന്ദി ടീച്ചർ. ഇതാണ് ഇംഗ്ലീഷ് ടീച്ചർ അല്ലേ? പിന്നെ ഞാനുള്ളപ്പോൾ ടീച്ചേഴ്സ് ക്ലിയറായിട്ട് ടീച്ചർമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യത്തിൽ. ഇതാണ് സുനി ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചർ. ടീച്ചർ ഡേ സെലിബ്രേഷൻ ഭയങ്കര പാവം ടീച്ചറാണ്. ആ ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര തെണ്ടിത്തരം കാണിച്ചിട്ട് പഠിക്കുമെന്ന് അറിയാനാണ്. ഒന്നും അങ്ങനെ പറയില്ല. ഇപ്പം അന്നല്ലേ ഞാൻ കാണാൻ വന്നില്ല. അന്നേ ഞാൻ കൊണ്ടുവന്നല്ലേ പ്രിൻസിപ്പാളില്ലേ ഷെലിംസ് ഇവിടെ വെച്ച് എന്നെ ചീത്ത പറയാം ബൈക്ക് കൊണ്ടെന്ന് പറഞ്ഞിട്ട്. ബാ നീ ഇവിടെ ബൈക്ക് കൊണ്ടുവന്നിട്ട് ആട്ടും തുപ്പും കേട്ടതാണ്. ഇത് ഫോട്ടോ ഉണ്ട് എൻ്റെ ഇവിടെ ബൈക്ക് എൻ്റെ ഫേസിലിങ്ങനെ ഫോട്ടോ ഉണ്ട്. ബസ്സിൻ്റെ ജാം എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടാക്കുന്നതാ. അത് പുത്തൻ ബൈക്ക്. പോവാണ്. നീ ഞാൻ മറ്റേ ഇടി എടുക്കുന്ന സ്ഥലേ കൈ എടുക്കുന്ന സ്ഥലം ഇവിടെയായിരുന്നു പണ്ട്. ഓ ഇതൊക്കെ മാറി എന്തൊരു വ്യത്യാസമായി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. സോറി ഗൈസ്, എൻ്റെ ഒരു ഡിഫറെൻറ്റ്. ഇവിടെ ക്ലോസ് ആയിരുന്നു. ആ സിനിമയിൽ ഇങ്ങനെയല്ല, വേറെ കുറെ വ്യത്യാസം ഉണ്ടല്ലോ. എനിക്കത് കണ്ടപ്പോഴാണ് സ്കൂളാന്ന് മനസ്സിലായത്. കണ്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്ലാസ് കണ്ടിട്ട് ആ വീഡിയോ ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ക്ലാസ്സാണ് എൻ്റെ സ്കൂളാന്ന്. അതാണ് ഏത് 10-12 വർഷം മുന്നേ. എടി ഈ സ്കൂൾ ഭയങ്കര വ്യത്യാസം വന്നു. മോട്ടോർ പേരില നീ എന്നെയും പേടിപ്പിക്കും. എന്നെയും പേടിപ്പിക്കൂലോ കൊള്ളപ്പമ്മേ. കെമിസ്ട്രി ലാബൊക്കെ വയ്ക്കേ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാ. പിന്നെ ഞാൻ എല്ലാ ലാബ് ഇങ്ങനെ അതൊക്കെ ഇവിടെ എടുത്താണ് കണ്ട. ആ സിനിമയിൽ ഇങ്ങനെ തന്നെയല്ലേ? അതേ ഇതിലൊക്കെ ക്ലിയർ ആയിട്ടാണോ ഫോണിൽ മറ്റേ തണ്ണീർമത്തനങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ? അപ്പം ഞാൻ എല്ലാ കെമിസ്ട്രി ലാബ് ഇങ്ങനെ തന്നെയാണോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന. കൺഫ്യൂഷൻ തീർന്നില്ലേ ഇവിടെ ഷൂട്ട് ചെയ്താന്ന്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് പുഴയാണ്. അപ്പോൾ ആ പുഴയിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ഈ ജാതിക്ക തോട്ടത്തേക്കാണ് ആ സിനിമ ഷൂട്ട് ചെയ്തതാണ്. ആ പാട്ട് ഇട്ടതാണ്. ആ ജാതി നീല പാടിയാ ഇതേ ഇരുമ്പമ്പുളി. ഇതേ ആ ഇരുമ്പമ്പുളി നിങ്ങൾ പറഞ്ഞ ഇരുമ്പമ്പുളി ഇല്ലേ? അതിതാണ് ഇത് കഴിച്ചത്. മാംഗോസ്റ്റിൻ പോലെ ഇരിക്കുന്നതാണ്. മനസ്സിലായോ?
അങ്ങനെ നമ്മൾ പുഴയുടെ അവിടെ എത്തിയിരിക്കുന്നു. സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ബിറ്റ പേടിച്ച് നടന്നു വരുന്നു. പിന്നെ എന്താ പറഞ്ഞേ കറക്റ്റ് അത് വീണ്ടും ഉള്ളിൽ കൂടെ പോകണല്ലോ. വല്ലതും ഇപ്പോൾ വീട്ടിൽ കൂടെ കയറി പോകുന്നത് തെണ്ടിത്തരല്ലേ. പിന്നെ നിന്റെ വീടിൻ്റെ പറമ്പിൽ കൂടെ കയറി ചോദിക്കേണ്ടി വരും കഴിഞ്ഞാൽ മോശമല്ലേ. ഇത് വഴി ആഹാ അടിപൊളി സ്ഥലല്ലേ. ആഹാ കണ്ടായിട്ടേനെ ഞാൻ എവിടെ നമ്മ ഗോവയില് മഴയത്ത് ഇറങ്ങി ഷാമ്പയിനും കൊണ്ട് നമ്മ ഇങ്ങനെ ഇറങ്ങി പോയില്ലേ ഗോവയില. ആ വെള്ളടിക്കാൻ ഇങ്ങനെ ഉള്ളിക്കൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മ ഒരു പ്രൈവറ്റ് ബീച്ചിലേക്ക് എത്തിയത്. ആ അത് വൈബായിരുന്നു. ശരിയാ. അതേപോലെ പെട്ടെന്ന് തോന്നി ആരില്ലാണ്ട്. ആ ഇവിടെ നിന്ന് ഇങ്ങനെ വഴിയൊക്കെ ഇട്ടിട്ട് രസമുണ്ടല്ലേ. ഇതാണ് അന്നമനയുടെ പുഴ നിറഞ്ഞിരിക്കണേക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇത്.